നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റെഡിമെയ്ഡ് ബ്ലൗസ് ആണ് കാണിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഞാൻ തലേ ദിവസം പറയാതെയാണ് ഇന്നിപ്പോൾ റെഡിമെയ്ഡ് ബ്ലൗസ് കാണിക്കുന്നത്. അതിന് എനിക്ക് ഒത്തിരി പേര് പരാതി അയച്ചിട്ടുണ്ടായിരുന്നു. സാധാരണഗതിക്ക് ബ്ലൗസിൻ്റെ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ബ്ലൗസിൻ്റെ വീഡിയോ ഇടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ല. അതുകൊണ്ട് ഞങ്ങൾ കണ്ടുവന്നപ്പോഴത്തേക്കും ചോദിച്ചതെല്ലാം തീർന്നു പോയി എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞു. ഈ പ്രാവശ്യം അത് തന്നെ വീണ്ടും ആവർത്തിച്ചിരിക്കുക. എന്നോട് ദയവായി ക്ഷമിക്കുക. മറന്നു പോയെന്നേ, എനിക്ക് അപ്പടി ഓർക്കത്തില്ല ചില സമയം. അതെങ്ങനെയാ ഉള്ള പൊണ്ണക്കാര്യം മുഴുവൻ പറയാനല്ലേ ഞാൻ ആവശ്യമുള്ള കാര്യം കൊണ്ട് പറയത്തുമില്ല. അത് തന്നെ എൻ്റെ കാര്യം, എൻ്റെ തെറ്റാണ്. ക്ഷമിക്ക്. ഈ പ്രാവശ്യം എങ്കിലും അവർ കാണണേന്ന് ഞാൻ വിചാരിക്കുക. പറ്റുന്നവർക്കൊക്കെ ഞാൻ പേഴ്സണലി മെസ്സേജ് അയക്കാം, ബ്ലൗസിൻ്റെ വീഡിയോ ഉണ്ടെന്ന് പറയും. പക്ഷെ ഇത്രയും പേർക്ക് അയക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലാത്തത് കൊണ്ട് അയക്കുക. ബ്ലൗസിന് അതുപോലെ ആവശ്യക്കാരാണ്. ആദ്യത്തെ പ്രാവശ്യം വാങ്ങിച്ചവരൊക്കെ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത ഒരു കാര്യമാണ്. പലരും ഒരു ബ്ലൗസ് ട്രയൽ എന്നുള്ള രീതിയിൽ വാങ്ങിച്ചിട്ട് ഈ പ്രാവശ്യം 5-8 ബ്ലൗസ് വാങ്ങിച്ചവരുണ്ട്. 19 ബ്ലൗസ് വാങ്ങിച്ച ആൾക്കാർ വരെ ഉണ്ട്. എന്തിനാന്ന് എനിക്ക് ഞാൻ കളിയാക്കി എന്നിട്ട് പറഞ്ഞു കേട്ടോ, എന്തോ കച്ചവടം തുടങ്ങാൻ പോവാണ് ഞങ്ങളുടെ അടുത്തൊന്ന് വാങ്ങിച്ചിട്ടെന്ന് പറഞ്ഞ് അവർ ചിലരൊക്കെ ആയിട്ട് നമ്മൾ പേഴ്സണലി സംസാരിക്കുമല്ലോ. അപ്പം അത് പറയുന്നത് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് എന്നെ പോലെ തന്നെയാണ് ഞാനും കുറേ എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് XXL സൈസാണ് ബ്ലൗസ്. ഇത് നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ലാത്ത ഒരു മോഡലാണ്. ഈ പ്രിന്റഡ് മോഡൽ ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പം ഇതിന്റെ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്നത് ഫ്രീ സൈസ് XXL എന്ന് പറഞ്ഞാണ് നമുക്ക് ഇത് സ്റ്റിക്കർ വന്നിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് XXL നല്ല വണ്ണമുള്ള ആൾക്കാരെ എടുക്കരുത്. ഞാൻ ഈ പറയുന്ന ബ്ലൗസുകൾ മാത്രം, അല്ലാത്തത് ആകുമ്പോൾ ഞാൻ പറയാം, ബ്ലൗസ് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയാം. ഈ പറയുന്ന ബ്ലൗസ് XXL വരെ എടുക്കാമായിരിക്കും, വലിയ വണ്ണമുള്ളവർ എടുക്കരുത്. പിന്നെ ആസ് യൂഷ്വൽ എന്ത് തന്നെ ആയാലും റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല. ഞാൻ ഈ പറയുന്ന വാക്ക് നിങ്ങൾക്ക് അഹങ്കാരമായിട്ടോ പലർക്കും പല രീതിക്ക് തോന്നാം. എന്തും ആയിക്കോട്ടെ, ഞാൻ ബോധേടല്ല കാര്യത്തിൽ ഞാൻ എൻ്റെ കാര്യം പറയാണ്. ഒരു കാരണവശാലും റിട്ടേൺ എടുക്കില്ല. ബ്ലൗസ് ഞാൻ റിട്ടേൺ എടുക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ വാങ്ങിച്ചാൽ മതി. നിങ്ങൾക്ക് നേരത്തെയൊക്കെ റെഡിമെയ്ഡ് ബ്ലൗസ് വാങ്ങിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരോ അല്ലെങ്കിൽ ഷോപ്പിൽ പോയി ഏതെങ്കിലും ഡയറക്റ്റ് ഒരു ഷോപ്പിൽ പോയി റെഡിമെയ്ഡ് വാങ്ങിച്ച് ബ്ലൗസ് വാങ്ങിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരോ അല്ലാതെ എന്നിൽ നിന്ന് തന്നെ എടുത്തിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളവരോ, എനിക്ക് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ എനിക്ക് തോന്നുന്നു 1000കണക്കിന് ബ്ലൗസ് കൊടുത്തിട്ടുള്ളതിൽ 1-2 പേർക്ക് മാത്രമേ കംപ്ലൈൻസ് ഇതുവരെ എനിക്ക് വന്നിട്ടുള്ളൂ. അല്ലാതെ കംപ്ലൈൻസ് വന്നിട്ടില്ല. അത് അവരുടെ ശരീര ഷേപ്പിന്റെ വ്യത്യാസമാണ്, ബ്ലൗസിന്റെ കുറ്റമല്ല. അവരുടെ ശരീര ഷേപ്പ് നമുക്ക് ഇവിടെ ഇരുന്ന് അറിയാൻ പറ്റില്ല. ചിലർക്ക് വണ്ണം കൂടിക്കാണും, വണ്ണം കുറഞ്ഞാണും. പെണ്ണുങ്ങളല്ലേ, പെട്ടെന്ന് ശരീരത്തിലൊക്കെ വ്യത്യാസമാകും. ഞാൻ തന്നെ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം കൊണ്ട് 2.5 കിലോയാണ് കൂടിയേക്കുന്നത്. എന്താ ക്രിസ്മസ് കഴിഞ്ഞപ്പോൾ കൂടിയത്. ശരിക്കും പറഞ്ഞാൽ കേക്കൊക്കെ കണ്ടുമാനം തട്ടി. എന്താണ് വീക്ക്നെസ് ആണ് ഇത് വേണ്ടെന്നൊക്കെ വെച്ച് കഴിയുമ്പോൾ എൻ്റെ മോൻ എന്നോടൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു, അമ്മ ഒരു ക്രിസ്മസിന് പോലും കേക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തുവാ, എന്നാ ലൈഫാണ്. അയ്യോ, ആരെങ്കിലും പറയാൻ നോക്കിയിരിക്കുന്നു. പിന്നെ അങ്ങോട്ട് കഴിപ്പ് തന്നെ. പിന്നെ ക്രിസ്മസിന് ഫുഡ്, മറ്റേത്, പിന്നെ കല്യാണങ്ങൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നല്ലപോലെ തട്ടുന്നുണ്ട്. 2.5 കിലോ കൂടി. അങ്ങനെ വെയിറ്റ് ഒക്കെ വ്യത്യാസപ്പെട്ട് കഴിഞ്ഞാൽ പണ്ടത്തെ ഇത് വെച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുത്തേച്ചാൽ മതി. ഇത് വേണ്ട ആൾക്കാർ ഒത്തിരി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ എന്നാ പറയുക, സത്യം പറഞ്ഞാൽ ഈ ബുദ്ധിമുട്ട് പഠിച്ച ലാഭമില്ല, വളരെ കുറവുള്ള ഈ പണിക്ക് ഞാൻ പോകുന്നത്. എനിക്ക് അതുപോലെ എൻ്റെ കസ്റ്റമേഴ്സ് പലരും ആവശ്യമുള്ളവരെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് XXL സൈസാണ്. XXL ഈ മോഡൽ, അതായത് ഈ പ്രിന്റഡ് മോഡൽ XXL സൈസ് വന്നിട്ട് കൈക്കൊക്കെ ഓവർ വണ്ണം ഉള്ളവർ എടുക്കരുത്, ഭയങ്കര വണ്ണം കൂടുതലുള്ളവർ എടുക്കരുത്. എൻ്റെ പേഴ്സണൽ സൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ XL ആണ്. ലാർജും XL-നും ഇടയ്ക്കായിരുന്നു. ഇപ്പോൾ XL ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഇച്ചിരി വണ്ണം കൂടിയതായിട്ട് എനിക്കൊരു ഫീലിംഗ് ഉണ്ട്. അപ്പം ഇത് XXL സൈസായിട്ടും എനിക്കിത് കണ്ടോ ഫിറ്റായിട്ടായിരിക്കുന്നത്. എൻ്റെ അടിയിൽ എൻ്റെ കുർത്തിയുണ്ട്. അപ്പോൾ XXL സൈസ് ഒത്തിരി വണ്ണം കൂടുതലുള്ളവർ എടുക്കരുത്. ഇത് പക്ഷേ സ്ട്രെച്ചബിൾ ആയതുകൊണ്ട് നല്ലപോലെ സ്ട്രെച്ച് ആവുന്നുണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നല്ലതായിട്ട് വണ്ണം കൂടുതലാണെന്ന് അർത്ഥം. പിന്നെ ഇതിന് റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല. ഇത് ഞാൻ പറയുക, പിന്നെ ഞാൻ പറയുക, ഞാൻ ബ്ലൗസിന് തരത്തില്ല. അതിനുള്ള എന്താ പറയുക കോൺസിക്വൻസസും നോ പ്രോബ്ലം. ഞാൻ ഇത് പറഞ്ഞിട്ട് തന്നെയാണ് തരുന്നത്. ഞാൻ ബ്ലൗസിൻ്റെ റിട്ടേൺ എടുക്കത്തില്ല. അതൊന്നുമല്ല, ഇത്രയും സ്കിൻ ഫിറ്റ് ആയിട്ട് കിടക്കുന്ന സാധനം നിങ്ങൾ എന്തിനാ ഞാൻ ഒരാളുടെ അടുത്തുനിന്ന് മേടിച്ചിട്ട് വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ, ശരിയാകത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ബോധ്യത്തിൽ നിങ്ങൾ എടുക്കുക. ഇതാണ് അടുത്ത ബ്ലൗസ്. ഇങ്ങനെ പ്രിൻസസ് കട്ടാണ് വരുന്നത്. സ്കിൻ ഫിറ്റ് മെറ്റീരിയലാണ്. ആദ്യമായിട്ട് പരീക്ഷിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുക, ഇത് പക്ഷേ XXL സൈസ് അത്യാവശ്യം വണ്ണമുള്ളവർക്കും പറ്റും. ഇത് കയറ്റുമ്പോൾ നമുക്കറിയാം. ഞാൻ അതുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ കയ്യിൽ ഓരോന്നും കയറ്റി ഞാൻ കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ്.
എനിക്കത് സ്വയം ഫീൽ ചെയ്യാൻ പറ്റില്ല. അല്ലാതെ എനിക്ക് ചുമ്മാ ഇരുന്ന് ഈ ബ്ലൗസിൻ്റെ ഇട്ട് നോക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ കയ്യെ കയറ്റുമ്പോൾ നമുക്ക് ഏകദേശം അറിയാം ഇത് പറ്റുമോ, സ്ട്രെച്ചബിൾ ആണോ. അതിന് വേണ്ടി തന്നെ നിങ്ങളുടെ മുന്നേ വെച്ച് തന്നെ ഇത് കയ്യെ കയറ്റി ഞാൻ കാണിച്ച് സെയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതൊക്കെ നല്ല സ്ട്രെച്ചബിൾ ആണ്. എനിക്ക് എൻ്റെ ഫിറ്റാണ്, പക്ഷേ ഇത് ഇത്രയും കൂടെ വരും, ഇത്രയും കൂടെ വണ്ണം വരും. പിന്നില്ലേ ഇത് 30, 32, 34, 36, 38, 40, 42 ഡബിൾ എക്സൽ സൈസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കുർത്തി സൈസാണ്, ബ്രാ സൈസ് അല്ല കേട്ടോ. അതും മറന്നുപോയി പറയാം. ബ്രാ സൈസാണ്, കുർത്തി സൈസ് അല്ല. അപ്പം സോറി, ബ്രാ സൈസ് അല്ല, കുർത്തി സൈസാണ്. ഈ ഓർഡർ ഒന്ന് എഡിറ്റ് ചെയ്തേക്കണേ. ബ്രാ സൈസ് അല്ല, കുർത്തി സൈസാണ് നോക്കേണ്ടത്. പിന്നെ ഈ ഇതിൻ്റെ താഴോട്ടുള്ള ആർക്ക് വേണമെങ്കിലും പറ്റും. ഇത് ആക്ച്വലി ഫ്രീ സൈസാണ്, ഡബിൾ എക്സൽ വരെ ഉള്ളവർക്ക് പറ്റും എന്നാണ്. നിങ്ങൾക്ക് ഇപ്പം 32 സൈസുള്ള ഒരാളാണ് ഇത് എടുക്കുന്നതെങ്കിൽ അയാൾക്ക് ഇതിന് ഇച്ചിരി വണ്ണം കൂടുതൽ സൈഡിൽ ഇങ്ങനെ ഒന്ന് അടിച്ചു വിട്ടാൽ മതി. ഇത് അടുത്ത ഡിസൈൻ. നമുക്ക് ലൈറ്റ് കളറുള്ള സാരികൾക്കോ അല്ലെങ്കിൽ പ്ലെയിൻ സാരികൾക്കോ ഒത്തിരി എണ്ണത്തിൽ ഇടാൻ പറ്റുന്ന നല്ല ബ്ലൗസാണ്. ഇനിയിപ്പോൾ വിഷു ഒക്കെ വരുമല്ലേ, വിഷുവിനൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഈ കേരള സാരി അങ്ങനെ കൊടുക്കുമ്പോൾ അതിനൊക്കെ നമുക്ക് ആപ്റ്റായിട്ടുള്ള നല്ല ബ്ലൗസാണ്. ഇതിന് ഇച്ചിരി ഒരു ടൈറ്റുണ്ട്. ടൈറ്റ് മീൻസ് ഡബിൾ എക്സൽ സൈസിൽ നല്ല വണ്ണം, ഒത്തിരി ഓവർ വണ്ണം ഉള്ളവർ എടുക്കരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ദയവായിട്ട് ഈ വീഡിയോ ഒന്ന് ഫുള്ള് കാണണം. ഞാൻ അധികം വർത്താനം പറയാതെ ശ്രദ്ധിച്ചോളാം, നന്നായിക്കോളാം. ഈ ബ്ലൗസിൻ്റെ വീഡിയോ ഫുള്ള് കാണണം, സ്കിപ്പാക്കാതെ കാണണം. വേറെ ഒന്നിനുമല്ല, ഇത് റിട്ടേണും എക്സ്ചേഞ്ചും ഇല്ലാത്ത സാധനം ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. പറയുന്ന കാര്യങ്ങൾ പകുതി കേട്ടിട്ട് പിന്നെയും വീഡിയോയ്ക്കകത്ത് പറഞ്ഞ കാര്യങ്ങൾ ഡബിൾ എക്സലേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെയും വന്നിട്ട് ചോദിക്കും വീഡിയോ ഉണ്ടോ, ലാർജ് ഉണ്ടോ, തരാമോ. ഇത് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കാണിക്കും. ഇത് ഫ്രീ സൈസ് ആയിട്ടേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കറക്റ്റ് ഒന്ന് കണ്ടിട്ട് എടുക്കണം കേട്ടോ. ഇനി അഥവാ ഇവിടെ വരെ സ്കിപ്പായി പോയെങ്കിൽ ഇതിങ്ങനെ കേൾക്കുമ്പോൾ വീഡിയോ ഫുള്ള് കണ്ടിട്ട് പർച്ചേസ് ചെയ്യാവുള്ളൂ. എന്നിട്ട് പർച്ചേസ് ചെയ്താൽ മതി. അല്ലാതെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവാദിത്വം ഇല്ല. ഇത്തേലുണ്ടല്ലോ പിങ്കും പീച്ചും ഒക്കെയാണ് ഷെയ്ഡ്. നല്ല ഭംഗി. അയ്യോ എൻ്റെ പൊന്നെ, ഇത് കേരള സാരിയുടെ കൂടി ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. ഞങ്ങൾ പോയ വഴിക്ക് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് വണ്ടി സ്ലോ ചെയ്യിപ്പിച്ചു. ഇത് കൂട്ടൊരു ബ്ലൗസ് ഇല്ലേ, ബ്ലൗസ് ഇട്ടിട്ട് പ്ലെയിൻ സാരി, ഞാൻ ആ കൊടുത്ത ഡിസ്കൗണ്ടിൻ്റെ പ്ലെയിൻ സാരി ഉണ്ടല്ലോ, ഒരു ചെറിയ ഇങ്ങനെ ലൈൻസ് പോലെ 300 രൂപയുടെ, അതും കൂടെ ഇവിടുത്തെ എന്ത് രസമാണോ കാണാൻ. ഭയങ്കര ഭംഗി. പുള്ളിക്കാരത്ത് റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുക. ഞങ്ങൾ ക്രോസ് ചെയ്യുന്നോടെ വരെ ഞങ്ങളവിടെ നോക്കി. ഞാൻ ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പീച്ച് കളർ സാരി, ബ്ലൗസിൻ്റെ ഒരു കളർ, ഒരു രാമാഗ്രീൻ പോലത്തെ ഒരു കളർ ഇട്ട ബ്ലൗസും കൂടെ. ഇതെന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഐഡിയാപരമായിട്ട് വേറെ പലതിനും ഉപയോഗിക്കാം. കേരള സാരികൾക്ക് ഉപയോഗിക്കാം, പ്ലെയിൻ സാരികൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഈ കളർ 1, 2, 3 കളർ ഇത്തരമുള്ളതുകൊണ്ട് ഇത് വേറെ ഇതിനൊക്കെ പല ഇതായിട്ട് ഡിസൈനായിട്ട് മാച്ച് ചെയ്യും. കണ്ടോ, നല്ല. ഇതിപ്പോൾ എനിക്ക് ഇച്ചിരി ടൈറ്റായിട്ട് തോന്നുന്നത് എൻ്റെ ചുരിദാറുണ്ട് ഇതിൻ്റെ അടിയിൽ, അതും ഈ ടസറിൻ്റെ ആയതുകൊണ്ട് ഇത് കണ്ടോ, ഇങ്ങനെ ഒരു സൈസ് ലൈൻസ് ഉണ്ട്. ഇത്തല്ലേ എന്ന് കാണിച്ചേ, ഇങ്ങനെ ഈ ലൈൻസ് ഉള്ളതുകൊണ്ട് അതിനൊരു തടിപ്പുണ്ട്. ആ തടിപ്പും കൂടെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഇത് നിൽക്കുന്നത്. ഇതുണ്ട്, ഞാൻ പകുതിയെ കയറ്റിയിട്ടില്ല, മുഴുവനായിട്ട് കയറ്റിയിട്ടിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ വണ്ണം കൂടുതലുള്ളവർ എടുക്കരുത് കേട്ടോ. ഡബിൾ എക്സൽ സൈസ് എന്ന് പറഞ്ഞാലും കൈക്ക് വണ്ണം, ചെസ്റ്റ് വണ്ണം കൂടുതൽ അങ്ങനെയൊക്കെ ഉള്ളവരൊന്നും എടുക്കരുത് കേട്ടോ. അല്ലാത്തവർ എടുത്തേച്ചാൽ മതി. എന്തോരാന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലൗസ് വാങ്ങിക്കാൻ ധാരാളം കസ്റ്റമേഴ്സ് ഉണ്ട്. അതെന്നാ എനിക്കറിയത്തില്ല, ബ്ലൗസിനോട് ഇത്ര ആൾക്കാർക്ക്. ഞാൻ സാരി എടുക്കുന്നില്ലാത്തതുകൊണ്ടായിരിക്കും എനിക്ക് അതിൻ്റെ ഒരു സംഭവം മനസ്സിലാകാത്തത്. ഭയങ്കരമായിട്ടുള്ള ആൾക്കാരാണ്, എന്തോരാണെന്ന് പറയാൻ. ബ്ലൗസ് ഏറ്റവും അവസാനം ആകുമ്പോൾ ഉണ്ടല്ലോ, 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ ഒരുമാതിരിപ്പെട്ടതെല്ലാം തീർന്നു നിങ്ങൾ റിപ്ലൈ കൊടുക്കുകയോ ചെയ്യല്. അടുത്ത ഡിസൈൻ, ഒത്തിരി ഡിസൈൻസ് ഇത്തൽ, ഒത്തിരി കളേഴ്സ് ഇത്തലുണ്ടല്ല, പക്ഷെ ലൈറ്റ് ഷെയ്ഡാണ്. ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കുന്നതല്ല. ഇതിനൊരു ഇച്ചിരി ടൈറ്റ് ഉണ്ട് കേട്ടോ, ഇതിനൊരിച്ചിരി ടൈറ്റ് ഉണ്ട്. ഇത് എക്സലോ ഡബിൾ എക്സലിൻ്റെ വണ്ണം കുറഞ്ഞവരും എക്സൽ സൈസുകാരും എടുത്താൽ മതി. നല്ല ഡിസൈനാണ് കാര്യം. പക്ഷേ ഇതുണ്ട്, ഈ ബ്ലൂ കളറൊക്കെ ഉള്ള സാരിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഈ ബ്ലൂ കളറൊക്കെ എല്ലാവരുടെയും കൈ കാണും. പ്ലെയിൻ സാരി, ടീൽ ബ്ലൂ കളറ്, അല്ലെങ്കിൽ ബോട്ടിൽ ഗ്രീൻ കളറ്, അല്ലെങ്കിൽ യെല്ലോയുടെ തന്നെ ലൈറ്റ് ഷെയ്ഡ്, ഗോൾഡൻ ഷെയ്ഡിനൊക്കെ പറ്റും. പക്ഷേ ഇത് ഫ്രീ സൈസാണ്. എക്സൽ ഡബിൾ എക്സലിന് മെലിഞ്ഞ ആൾക്കാരും എക്സലുകാരും ഒക്കെ എടുത്താൽ മതി. ഒത്തിരി വണ്ണം ഇതാ പറയുക, നമുക്ക് ഇവിടെ ഇരുന്ന് നിങ്ങളുടെ ശരീര ഷേപ്പ് അറിയത്തില്ലല്ലോ. സൈസ് എല്ലാവർക്കും ഒന്നായിരിക്കും, പക്ഷെ ബോഡി ഷേപ്പ് ഒരുപോലെ ആയിരിക്കില്ല. അല്ലെങ്കിൽ ഒരു ലൈൻസ് പോലെ ഒരു കുഞ്ഞൊരു സീക്വൻസ് വർക്ക് പോയിട്ടുണ്ട് കേട്ടോ, വളരെ ചെറിയത്. ഇവിടം വരെയേ ഉള്ളൂ, ഇങ്ങോട്ടില്ല.
തീർന്നേ. വേറെ മോഡല്, ഇതൊരു ഫങ്ഷൻ വെയർ ബ്ലൗസായിട്ട് ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു ബ്ലൗസാണ്. കണ്ടോ, ഇച്ചിരി ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കഴിഞ്ഞു. എൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ അറിയത്തില്ലായിരിക്കും. ഇത്രയും പെർഫെക്റ്റ് ഫിറ്റായിട്ട് നമുക്ക് ബ്ലൗസ് ഇടാൻ. ഇതിപ്പോൾ ശരിക്കും കോട്ടൺ ബ്ലൗസ് ഇട്ട പോലെ തന്നെ കേട്ടോ, അല്ലാതെ ഒരു ബനിയൻ മെറ്റീരിയൽ ഇട്ട ഒരു തോന്നലേ കണ്ടാൽ തോന്നത്തില്ല ഒറ്റയ്ക്ക് കാണുമ്പോഴേ. നമുക്ക് എനിക്ക് ബ്ലൗസ് കൈകാര്യം ചെയ്ത് ഇങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് ഏത് ബ്ലൗസ് ആരിട്ടേക്കുന്നുണ്ട് അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ ഞാൻ അവർക്ക് അങ്ങനെ അത്രയ്ക്ക് അറിയത്തില്ലെങ്കിൽ നമുക്കത് മനസ്സിലാകത്തില്ല അല്ലാത്തവർക്കേ. ബ്ലൂ ഷെയ്ഡ് കേട്ടോ, നല്ല ഡാർക്ക് ബ്ലൂ. പാർട്ടി വെയർ ബ്ലൗസ് ആയിട്ടിടാം. കേരള സാരിക്കൊക്കെ നല്ലതാണ്. പ്ലെയിൻ സാരിക്കാണ് ഏറ്റവും രസം. ചുമ്മാ പ്ലെയിൻ സാരിക്കൊക്കെ നല്ല റേറ്റ് കുറഞ്ഞൊക്കെ കിട്ടും. വിചിത്ര സിൽക്കൊക്കെ നല്ല റേറ്റ് കുറഞ്ഞതുകൊണ്ട് റേറ്റ് കൂടിയതുകൊണ്ട് നിങ്ങളുടെ ഫംഗ്ഷൻ്റെ ഇതനുസരിച്ച് അങ്ങനത്തെ, അല്ലെങ്കിൽ ചുമ്മാ ഇടാനാണെങ്കിൽ അങ്ങനെ പിസ്ത ഗ്രീൻ, നല്ലൊരു ഷെയ്ഡ് പിസ്ത ഗ്രീൻ്റെ ഒരു സാരിയും കൂടെ വാങ്ങിക്കും. പ്ലെയിൻ സാരി ഇല്ലെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഞാൻ എന്നോട് എന്നിട്ട് ആരോടൊക്കെ ചോദിച്ചു പ്ലെയിൻ സാരിയും കൂടെ കൂട്ടി വെച്ചൊന്ന് അങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്തും കൂടെ ഇടാവോ എന്നൊക്കെ. ഇവിടെ ഡെയിലി വീഡിയോ ഇടാം. ഇത് നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ ഒത്തിരി ഡിമാൻഡുള്ള സാധനങ്ങളായതുകൊണ്ട് 1-2 എണ്ണത്തിൻ്റെ റീസ്റ്റോക്കാണ് ഏറ്റവും കൂടുതൽ പോയത്. ഇപ്പം ഇനിയിപ്പോൾ വിഷു വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം ഇതിനായിരിക്കും. നല്ല മഞ്ഞ കളറ്. ഈ കേരള സാരിക്ക് സൂപ്പറായിരിക്കും. കേരള സാരിയുടെ മഞ്ഞ കസവില്ലേ, കസവിന് ഭയങ്കര രസമായിരിക്കും. ഇത് പണ്ട് തൊട്ടേ നമ്മൾ കാണിക്കുന്ന കളർ. ഈ കളർ എപ്പോൾ കാണിച്ചാലും തികയത്തില്ല. അതുപോലെ ഈ കളറ് നല്ലൊരു ലാവണ്ടറിൻ്റെ നല്ലൊരു ഷെയ്ഡ്. റെഡ്. ഇത് കാണുമ്പോഴേ കഴിഞ്ഞ ദിവസമൊക്കെ ചോദിച്ചാൽ നമ്മൾ ഇതിൻ്റെ ഇത് ക്യാൻസൽ ചെയ്തായിരുന്നു. ഇതിൻ്റെ സെയിൽ ഒരു പരിധി വരെ കുറേ കളറുകളും ക്യാൻസൽ ചെയ്തായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, അത് ഭയങ്കര പാടാണ്, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. 3-4 ദിവസം മുന്നത്തെ വീഡിയോ ആയതുകൊണ്ടേ. അപ്പോൾ അന്ന് കണ്ടിട്ട് ഇന്നലെ വരെ ഇതൊക്കെ ചോദിച്ച ആൾക്കാർ കാണും. ഒന്നും ഓർക്കരുത് കേട്ടോ, കൈ വെച്ചിട്ട് തരാതിരുന്നു എന്ന് പറയരുത്. ഇത് കുറേ എണ്ണം പുതിയ സ്റ്റോക്ക് വന്നതാ. പ്രിന്റഡ് ബ്ലൗസ് വന്ന കൂട്ടത്തിലേ ഇതൊക്കെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വണ്ണം വെച്ചിട്ടുണ്ട്, എനിക്ക് നല്ലതായിട്ട് അറിയാം. ഞാൻ ഫ്രണ്ടും ബാക്കി തിരിച്ചാണ് കിട്ടിയത് കേട്ടോ. ഫ്രണ്ട് അപ്പോൾ എന്താണെന്ന് അറിയാം, ലൈൻസ് വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി കുറച്ച് പ്രോട്ടീൻ ബാർ മാത്രമൊക്കെ കഴിച്ചൊക്കെ ജീവിക്കണം കുറച്ച് ദിവസം, അന്നേരം ശരിയായിക്കോളും. എനിക്ക് പെട്ടെന്ന് വണ്ണം കുറയും, പെട്ടെന്ന് വണ്ണം വയ്ക്കുകയും ചെയ്യും. ഇതൊക്കെ അങ്ങനെയൊക്കെയാണ്. എൻ്റെ ഫ്രണ്ട് ഏതാ ഈ ബ്ലാക്ക് കളറൊക്കെ ആയതുകൊണ്ടേ തന്നെ തന്നെ കണ്ണു പിടിക്കുക. തിരിയൊന്നും വരുന്നില്ലേ പറയുന്നത് കേട്ടിട്ട്? അല്ലെ കളിയാക്കാൻ ഇടിച്ച് നിൽക്കുന്നുണ്ടോ? ബ്ലാക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചേക്കുന്ന കളറുകളുണ്ടെന്ന് വെച്ചാൽ ഇതെല്ലാത്തിനും പറ്റില്ല. ബ്ലാക്ക് അല്ലേ, തീർന്നു. ഇവിടെ ക്യാമറ എടുക്കാൻ നമുക്ക് തലവേദന. ഞാൻ പറയും എന്നോടാണോ തലവേദനയുടെ കാര്യം വിശേഷത്തെപ്പറ്റി പറയുന്നത്? തലവേദനയുടെ രൂപമാണ് ആ രൂപം. ഇതൊക്കെ നല്ല സ്ട്രെച്ചബിളാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല സ്ട്രെച്ചബിളാണ്. ഇത് കണ്ടോ, ഭയങ്കരമായിട്ട് സ്ട്രെച്ചാണ്. ഒത്തിരി സ്ട്രെച്ച് ചെയ്ത് വലിച്ച് ദൂരെ കളയാതിരുന്നാൽ മതിയായിരുന്നു. ഞാൻ തന്നെ നല്ലൊരു ബ്ലൂ കളറ് ഡിസൈൻ. ഇതേ കുഴപ്പമൊക്കെ കുത്തി വെച്ചേക്കാം, എൻ്റെ മേത്ത് കുത്തിക്കറിയണേ. ഇതില്ലേ കേരള സാരിക്ക് നല്ല, നിങ്ങൾ ഇതിൻ്റെ ഒരു അല്ലെ സെറ്റ് സാരിയൊക്കെ ഉണ്ട്, സെറ്റ് മുണ്ടും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു കരയുള്ളൊരു ഇട്ട് നോക്കി, തനി കേരളീയ സ്റ്റൈലാകും, നല്ല രസമാണ്. പിന്നെ പ്ലെയിൻ ഇതും ഞാൻ വിഷു വരാൻ പോകുന്നതിനെ പ്രമാണം ഇപ്പം നോക്കി നിൽക്കുമ്പോൾ വിഷു ആവുമല്ലോ. ഫെബ്രുവരി ആയി ഇന്ന്, അപ്പോൾ 1-ാം തീയതി, അടുത്തത് മാർച്ച് ഏപ്രിൽ, ഇപ്പോൾ വിഷു ആവും. ഇതും അങ്ങനെ പറ്റിയ ബ്ലൗസുകളാണ്. ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, നിങ്ങൾ 5-ഓ 10-ഓ ഓരോരുത്തർക്കും ഒത്തിരി എണ്ണം വെച്ചെടുക്കുന്നുണ്ട്, 15 എണ്ണം ഒക്കെ വെച്ചെടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നിങ്ങൾ എടുത്തോ, നിങ്ങളുടെ റിസ്കിലേ എടുക്കാവുള്ളൂ. റിട്ടേൺ ഇങ്ങനെ പറയുന്നത് എന്താണെന്നോ, ഇത് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കുകയോ ഇതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ ഇങ്ങനെ കൂടെ അല്ലേ അല്ല. 100% പറയാണ്, 99.5% ആൾക്കാർക്കും ഇത് ഓക്കെയാണ്. ഇത് കംപ്ലൈൻസ് എന്ന് പറയുന്നത് എനിക്ക്
വളരെ ഒരെണ്ണം കണ്ടിട്ടുണ്ട്. അത് അവർക്ക് കൈക്ക് വണ്ണം കൂടുതലായല്ലോ, അങ്ങനെ എന്തെങ്കിലും വണ്ണം വെച്ചോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അല്ലാത്തവർക്ക് ആർക്കും ഇത് പ്രശ്നമില്ല. അതുപോലെ ആവശ്യക്കാരുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അത് മനസ്സിലാക്കിയാൽ മതി. അല്ലെങ്കിൽ ആരെങ്കിലും വിൽക്കാൻ നേരത്തെ ഇങ്ങനെ പറയുമോ 15 20 എണ്ണമൊക്കെ എടുത്തോ, പക്ഷെ റിട്ടേൺ എടുക്കില്ല, എക്സ്ചേഞ്ചും എടുക്കത്തില്ല. ഇത് അതുപോലെ ആവശ്യക്കാരുണ്ട്, അതുപോലെ ആവശ്യക്കാരാണ്. വീഡിയോ ഇട്ട് കഴിഞ്ഞ് വീഡിയോ സ്റ്റക്കായി പോകുന്ന അവസ്ഥയിലോട്ട് അല്ല, ഓർഡർ എടുക്കുന്ന വാട്സപ്പ് സ്റ്റക്കായി പോകുന്ന അവസ്ഥയിലാണ് ഇത് നിൽക്കുന്നത്. ഇനി പൊങ്ങച്ചം കത്തിക്കൊന്നും അല്ല കേട്ടോ, ഞാൻ ഉള്ള സത്യമേ പറയുള്ളൂ, ഉള്ളതുപോലെ പറയുന്നതേ ഉള്ളൂ. അതിനകത്ത് വേറെ രീതിക്കൊന്നും എടുക്കല്ലേ, ബഹുജനം പലവിധമല്ലേ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല, ഇത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറയരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പം തന്നെ ക്യാഷ് ബുക്ക് ചെയ്ത് ക്യാഷ് ഇടുക. നമ്മൾ വാട്സപ്പ് കോളല്ല, വാട്സപ്പ് മെസ്സേജ് വഴിയാണ് ബുക്കിങ്. നിങ്ങൾക്ക് വേണ്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയയ്ക്കുക ആ നമ്പറിൽ. എന്നിട്ട് അതിൻ്റെ അവൈലബിലിറ്റി പറയും, ക്യാഷ് പറയും, അത് ഗൂഗിൾ പേ ചെയ്യുക. അപ്പോൾ വീണ്ടും താങ്ക് യു.